എന്ത് വാടി ഇത്? പ്രസവം കഴിഞ്ഞ് ഇത്ര നാളായിട്ട് നിന്റെ വയറ് കുറഞ്ഞില്ലേ? ഇപ്പൊ കണ്ട ഒന്നും കൂടെ പ്രസവിക്കാൻ പോകുന്നവരുണ്ടല്ലോ. ഇത് കേട്ടവരായിരിക്കും നിങ്ങൾ ഭൂരിഭാഗം സ്ത്രീകളും. ഈ ചോദിക്കുന്നവരോട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല എന്തുകൊണ്ടാണ് ഈ വയറ് വരുന്നത്, എന്തുകൊണ്ട് ഇത് കുറയുന്നില്ല എന്നുള്ള കാര്യം. ഗർഭിണി ആകുമ്പോ തൊട്ട് നമ്മുടെ ബേബീനെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ യൂട്രസ് വലുതാവുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ വയറും അബ്ഡോമിനൽ മസിൽസും ലൂസ് ആയിക്കൊണ്ടേയിരിക്കുന്നു. എന്നാൽ പ്രഗ്നൻസി കഴിയുമ്പോൾ, അതായത് ഡെലിവറി കഴിയുമ്പോൾ ഇത് തിരിച്ചാകും. എന്നാൽ ചിലർക്ക് ഇതാകില്ല. ചിലർക്ക് ഇത് ഇപ്പോഴും പ്രഗ്നന്റ് ആയ പോലെ ഇരിക്കും. അതായത് ഡയസ്റ്റാറ്റിസ് റെക്ടേ എന്ന് പറയുന്ന ഒരു പ്രശ്നം. നമ്മൾ മമ്മി പോയിച്ചെന്നൊക്കെ പറയും. ഇങ്ങനെയുള്ളവർക്ക് തിരികെ വയറാകാൻ കുറച്ച് നാളെടുക്കും. അതെങ്ങനെ കുറയ്ക്കാം എന്നുള്ളത് ഇപ്പോഴും കൺഫ്യൂഷൻ ഉള്ള ഒരു കാര്യമാണ്. എന്നാൽ സ്ത്രീകൾക്ക്, അതായത് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആദ്യത്തെ ആഴ്ച തന്നെ എക്സസൈസുകൾ സ്റ്റാർട്ട് ചെയ്യാം. ബേസിക് ആയിട്ടുള്ള സ്ട്രെച്ചിങ്, ബ്രീത്തിങ് എക്സസൈസുകൾ സ്റ്റാർട്ട് ചെയ്യാം. ഒരു 6 മാസത്തിന് ശേഷം നോർമൽ ഡെലിവറി കഴിഞ്ഞവർക്ക് വയറ് കുറയ്ക്കുന്ന കോർ സ്ട്രെങ്തനിങ് എക്സസൈസ് വിഗറസ് ആയിട്ടുള്ള കണ്ടിന്യൂ ചെയ്യാം. അതുപോലെ തന്നെ 6 തൊട്ട് 1 വർഷത്തിനിടയിൽ, അല്ലെ 1 വർഷത്തിന് ശേഷം സിസേറിയൻ കഴിഞ്ഞവർക്കും ട്രൈ ചെയ്യാവുന്നതാണ്. പക്ഷെ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ കാണുന്നതും അല്ലെ എന്റെ കൂട്ടുകാരിക്ക് വയറ് കുറഞ്ഞു, ആ എക്സസൈസ് എന്നാ ഞാൻ ചെയ്യാം, അങ്ങനെ ഒരിക്കലും വിചാരിക്കില്ല. ഓരോരുത്തരുടെ ബോഡി യുണീക്കാണ്. അതനുസരിച്ച് അവർക്കുള്ള എക്സസൈസുകളും വ്യത്യാസമാണ്. നമ്മുടെ കൺസൾട്ടിങ് ഫിസിയോതെറാപ്പിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് അവർ പ്ലാൻ ചെയ്യുന്ന എക്സസൈസുകൾ മാക്സിമം ചെയ്യാൻ നോക്കുക.